നമസ്കാരം. ഹലോ ഡോക്ടറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. പല്ലിന് പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പരിഹാരം എന്ത്, എങ്ങനെ സംരക്ഷിക്കാം, ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. അപകടങ്ങൾ മൂലം പല്ലു പൊട്ടുകയോ പൂർണ്ണമായും നഷ്ടപ്പെടുകയോ ചെയ്താൽ എന്തു ചെയ്യാനാകും എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോണ്ടിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KG വിദ്യയാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രേക്ഷകർക്ക് സംശയങ്ങൾ ചോദിക്കാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഡോക്ടർ, അപകടങ്ങളിലൂടെയോ മറ്റോ പല്ല് ഭാഗികമായോ പൂർണ്ണമായോ ഇളകിപ്പോയാൽ എന്ത് ചെയ്യാനാകും? എന്തൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ? അപകടത്തിലൂടെ പല്ലിന് പരിക്ക് പറ്റുക, അത് ട്രോമാറ്റിക് ഡെന്റൽ ഇഞ്ചുറീസ് എന്ന് പറയും. പല കാരണങ്ങൾ കൊണ്ടത് വരാം. റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ കോണ്ടാക്ട് സ്പോർട്സിൽ ചില സ്പോർട്സിൽ ഏർപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ തമ്മിൽ അടിയോ പിടിയോ, കുട്ടികൾ എഴയാനും നടക്കാനും തുടങ്ങുമ്പോൾ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരുന്നതിനാൽ പല രീതിയിലായിരിക്കും അത് പ്രസൻറ്റ് ചെയ്യുക. ഒന്നീ പല്ല് ഭാഗികമായി പൊട്ടാം, അല്ലെങ്കിൽ പല്ല് മുഴുവനായി ഇളകാം, അല്ലെങ്കിൽ പല്ലിന് ആട്ടം സംഭവിക്കാം. ഇതെല്ലാം ഓരോ രീതിയിലാണ് മാനേജ് ചെയ്യുന്നത്. അത് പലതും നമുക്ക് ആ സമയത്ത് ആ സ്ഥലത്ത് വെച്ച് മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ആ സ്ഥലത്തുണ്ടാവുന്ന, ചിലപ്പോൾ അത് വീട്ടുകാരായിരിക്കാം, പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ വെച്ചാണെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കോണ്ടാക്ട് സ്പോർട്സിലുള്ളവർക്ക് സ്പോർട്സ് ഇൻസ്ട്രക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നോർമൽ ഒരു റോഡിൽ ഒരു അപകടം ഉണ്ടായാൽ ഒരു നോർമൽ നമ്മളിൽ ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ ആരാണോ ആ സമയം അവിടെ ഉള്ളത്, അവരത് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കുന്നതിന് മുൻപേ തന്നെ നമ്മൾ ഒരു ചില എമർജൻസി മെഷേഴ്സ് നമ്മൾ കൊടുക്കേണ്ടതായി വരും. ഒരു പ്രൈമറി കെയർ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് എന്ന് നമ്മൾ പറയുന്നത് പോലെ കൊടുക്കേണ്ടതായി വരും. അപ്പം എല്ലാവരും അതിന് പ്രാപ്തരായിരിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ടോക്കാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം പല്ലിനാണൊരു ഇഞ്ചുറി സംഭവിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാർ പേഷ്യൻ്റെ അവസ്ഥ നോക്കണം. പേഷ്യൻ്റ് ബോധമുണ്ടോ, അല്ലെങ്കിൽ ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടോ, പേഷ്യൻ്റ് ആദ്യം സ്റ്റെബിലൈസ് ചെയ്യുക. സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കുക, ഏതെങ്കിലും പല്ല് ഇളകിപ്പോയിട്ടുണ്ടോ, അതവിടെ സമീപ പ്രദേശത്ത് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പല്ല് പൊട്ടി ഭാഗികമായി പോയിട്ടുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ, മുഴുവനായി ഇളകിയ പല്ലാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ തിരിച്ചു വയ്ക്കണം. തിരിച്ചു വയ്ക്കുന്നതിന് മുന്നേ നോക്കണം പല്ലിൽ അഴുക്കോ പൊടിയോ പറ്റിയിട്ടുണ്ടോ. ഉണ്ടെങ്കിൽ പല്ലിൻ്റെ മുകൾ ഭാഗം, അത് വേര് തൊടാതെ മുകൾ ഭാഗം മാത്രം പിടിച്ച് ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പാലൊഴിച്ച് കഴുകുക. പാൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ടാപ്പ് വാട്ടറിലായാലും നല്ലതായിട്ട് കഴുകി ക്ലീനാക്കി അതിൻ്റെ വേര് ഭാഗം പിടിക്കാതെ അപ്പോൾ തന്നെ പല്ലിരിക്കുന്ന സോക്കറ്റിനകത്ത് കറക്റ്റ് രീതിയിൽ പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്തതിന് ശേഷം വേണം പേഷ്യൻറ്റിനെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇനി പല്ലിൻ്റെ ഒരു ഭാഗം പൊട്ടി ഇളകുകയാണ്, കുറച്ച് ഭാഗം അവിടെ കിടക്കുകയാണെങ്കിൽ അത് വെറുതെ ഡ്രൈ ആയിട്ട് വെക്കാതെ ഒന്നീ ഒരു നനഞ്ഞ തുണിയിലോ കർച്ചീഫിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ, മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്ന സലൈൻ അവൈലബിൾ ആണെങ്കിൽ സലൈനിലോ ഇട്ട് സൂക്ഷിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കുക. ഇതൊന്നും പറ്റിയില്ല, നമ്മുടെ കൈ പല്ലുണ്ട്, നമുക്ക് തിരിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, പേഷ്യൻറ്റിന് ബോധമില്ല, അതിലും സീരിയസ് ആയിട്ട് ഏതെങ്കിലും ഇഞ്ചുറി ഉള്ള ഒരു ടൈം ആണെങ്കിൽ നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയ അല്ലെങ്കിൽ സ്റ്റോറേജ് മീഡിയ എന്ന് പറയും. അങ്ങനൊരു മീഡിയയിൽ പല്ല് സൂക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അതിൽ സൂക്ഷിച്ച് കൊണ്ടുപോകാവുന്നതാണ്. പല രീതിയിലുള്ള സ്റ്റോറേജ് മീഡിയ അവൈലബിൾ ആണ്. നമ്മുടെ ലഭ്യതയ്ക്കനുസരിച്ച് നമ്മൾ അത് ചൂസ് ചെയ്യണം. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പാലാണ്, ലോ ഫാറ്റ് മിൽക്ക്. പാല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് സ്പെഷ്യലൈസ് സ്റ്റോറേജ് മീഡിയ HBSS എന്നൊക്കെ പറഞ്ഞ് മെഡിക്കൽ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് മീഡിയ ഉണ്ട്. സേവ് എ ടൂത്ത് എന്നൊക്കെ പറഞ്ഞുള്ള അതും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലുള്ള നോർമൽ സലൈൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ തന്നെ വായ്ക്കകത്ത് ഒരു സൈഡിൽ, കുറച്ച് മുതിർന്ന ആളാണെങ്കിൽ സൈഡിൽ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോകാം. ഇല്ല കുട്ടികളാണെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ അവരുടെ തുപ്പൽ കളക്ട് ചെയ്ത് അതിനകത്ത് വെച്ച് കൊണ്ടുപോകാം. ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെറും വെള്ളത്തിലെങ്കിലും പല്ല് ഇട്ട് സൂക്ഷിച്ച് വേണം ഡോക്ടറിൻ്റെ അടുത്ത് എത്തിക്കുന്നത് വരെ സ്റ്റോർ ചെയ്യാൻ. ഡോക്ടർ, ഇപ്പോൾ പല്ല് തിരിച്ചു വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതുപോലെ പല്ല് തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ യഥാർത്ഥ പല്ല് നമുക്ക് സംരക്ഷിച്ച് നിർത്താനാകുമെന്ന് ഉറപ്പുണ്ടോ? പല്ല് എത്ര നല്ല പോലെ നമ്മൾ തിരിച്ചു വെക്കുന്നത് ഇരിക്കുമെന്ന്
ഉള്ള മെയിൻ ഫാക്ടർ നിശ്ചയിക്കുന്നത് എത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വെച്ചെന്നുള്ളതാണ്. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആദ്യത്തെ 15 മിനിറ്റിനകത്ത് തിരിച്ചു വെക്കുകയാണെങ്കിൽ പല്ലിന് അവിടെ തന്നെ, അതായത് പല്ല് നമ്മുടെ സോക്കറ്റിൽ ഇരിക്കുന്ന, എല്ലിൻ്റെ സോക്കറ്റിനകത്ത് ഇരിക്കുന്ന ചുറ്റിനൊരു ലിഗമെൻറ്റ് അറ്റാച്ച് ചെയ്തിട്ടാണ്. ഈ ലിഗമെൻറ്റ് പൂർണ്ണമായും ജീവിക്കും 15 മിനിറ്റിനകത്ത് തിരിച്ചു വെക്കുകയാണെങ്കിൽ. അതേസമയം അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂറിനകത്താണ് തിരിച്ചു വെക്കുന്നതെങ്കിൽ ഭാഗികമായി നശിക്കാൻ ചാൻസ് ഉണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് വെളിയിൽ വെറുതെ ഇരിക്കുന്ന പല്ലാണ് തിരിച്ചു വെക്കുന്നതെങ്കിൽ വളരെ പാടാണ് പിടിക്കാൻ, തിരിച്ച് ആ സോക്കറ്റിൽ അത് പിടുത്തം വരാൻ കുറച്ച് പാടാണ്. പല്ലിൻ്റെ ജീവൻ നഷ്ടമാകും, അതായത് പൾപ്പ് നശിക്കും, പല്ലിൻ്റെ നടുക്കുള്ള ഞരമ്പ് നശിക്കും. അത് നമുക്ക് റൂട്ട് കനാൽ ചെയ്ത് പല്ലിനെ അവിടെ തന്നെ നിലനിർത്താം. പക്ഷേ ലിഗമെൻറ്റ്, ആ സോക്കറ്റിനകത്ത് പല്ലിന് പിടുത്തം വരുന്ന ലിഗമെൻറ്റ് നമുക്ക് പൂർണ്ണമായും മുൻസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഉടനെ തന്നെ റീപ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ, ഉടനെ തന്നെ തിരിച്ചു വെക്കുകയാണെങ്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റുമ്പോൾ കൂടെ അടുത്തുള്ള ആൾക്കാരാണ് ഇതിൻ്റെ വിജയം നിശ്ചയിക്കുന്നത്. ഒരു ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ ഇത് തിരിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്. കൊല്ലത്ത് നിന്നും മജീദാണ്. മജീദ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ മജീദ്, പറഞ്ഞോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. മാഡം, എൻ്റെ പല്ലിൻ്റെ അണപ്പല്ല് പൊടിഞ്ഞിട്ടുന്ന ഒരു ഹോള് വന്നിട്ടായിരുന്നു. ആ ഹോള് ഞാൻ 80 ഞാൻ അടച്ചതാണ്. ഇവിടെ വെച്ചല്ല, സൗദിയിൽ വെച്ച് അടച്ചതാണ്. പക്ഷെ ഇപ്പൊ ഈ അടുത്ത സമയത്തായിട്ട് ആ ഇത് ഇളകിപ്പോയി. അത് മറ്റേ അന്ന് മെർക്കറി വെച്ച് അവിടെ സൗദിയിൽ വെച്ച് അടച്ചതാണ്. ഒരു കൊല്ലത്തിന് മുമ്പ് അത് പീസായിട്ട് ഇളകിപ്പോയി. പക്ഷെ പല്ലിന്റെ പോട് വേറെ വേദനയോ കാര്യങ്ങളൊന്നുമില്ല. പോട് വലിയ പോടായിട്ടുണ്ട്. സൈഡില് 2 പല്ലിന്റെ ഇടയ്ക്ക് കൂടിയും ചെറുതായിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ട്. എന്താ ചെയ്യാൻ പറ്റും മാഡം? പുളിപ്പോ വേദനയോ അനുഭവപ്പെടുന്നുണ്ടോ? ഒന്നുമില്ല. പുളിപ്പോ വേദനയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. ആഹാരം കയറുമ്പോഴും ആഹാരം കയറുമ്പോ ആ പോടിനകത്തിരിക്കുമ്പോൾ ഞാൻ ടൂത്ത് പിക്സ് വെച്ച് അത് മറ്റേ ആഹാര സാധനങ്ങൾ എടുത്ത് കളയും. വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കും. പക്ഷെ പോടുണ്ട്, വലിയ പോടായിട്ടുണ്ട്. വലിയ പോടാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എക്സ്റേ എടുത്ത് നോക്കണം. ചിലർക്ക് വേദനയോ പുളിപ്പോ ഒന്നും വരാതെ തന്നെ ഇത് ഞരമ്പിനെ, അതായത് അസിംറ്റമാറ്റിക് പൾപ്പൈറ്റിസ്, അസിംറ്റമാറ്റിക് ഇറിവേഴ്സിബിൾ പൾപ്പൈറ്റിസ് പറയുന്നത്, നമുക്ക് ചിലപ്പോൾ വേദനയോ പുളിപ്പോ ഒന്നും തോന്നില്ല, പക്ഷെ പൾപ്പിനെ അത് ബാധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള വലിയ പോടായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഡൗട്ട് വന്നത്. മേഡം, ഈ വലിയ പോടാണ്. പക്ഷെ നമ്മള് ഈ ടൂത്ത് പിക്സ് വെച്ച് നമ്മൾ ഇത് ഇളക്കി കഴിയുമ്പോഴേ നമ്മുടെ മോണയിലായിട്ട് ആ അകത്തുനിന്ന് വല്ല പല്ലിന്റെ ഒരു ഇതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, ചെറിയൊരു തട്ടല് കൂടെ തോന്നുന്നുണ്ട്. പക്ഷെ വേദന ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് ഒരു പല്ല് വരാനുള്ള ഡോക്ടറിനെ കണ്ടിട്ട് എക്സ്റേ എടുത്ത് നോക്കി അടയ്ക്കാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ അവർ അടയ്ക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ റൂട്ട് കനാൽ ചെയ്ത് ഒരു പ്രാവശ്യം അടച്ചിട്ടായിരുന്നു ഇളകി പോയി. അതെ, അത് ഇളകിപ്പോയത് അതിൻ്റെ ഉള്ളിലോട്ട് ചിലപ്പോൾ കേട് സ്പ്രെഡ് ആയതായിരിക്കും. അതൊരു എക്സ്റേ എടുത്ത് നോക്കിയാലേ വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതിൻ്റെ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന്. ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട ഒരു അവസ്ഥയായിരിക്കും. അങ്ങനെയാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ക്യാപ്പ് ഇട്ടാൽ മതിയാകും. പ്രേക്ഷകന് മനസ്സിലായെന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മളിപ്പോൾ പല്ല് പൊട്ടുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ പൂർണ്ണമായി പറഞ്ഞു പോകുന്നതിനെ കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ പല്ലിന് നല്ല രീതിയിൽ ഇളക്കം തട്ടിയാൽ അതെങ്ങനെ മാനേജ് ചെയ്യാം? അതെ, പ്രധാനമായും പല്ലിന് ഇഞ്ചുറി പറ്റുന്ന 2 രീതിയിൽ നമുക്ക് പറയാം. അതായത് പല്ലിൻ്റെ സപ്പോർട്ടിങ് ലിഗമെൻ്റ് ഉണ്ടെന്ന് പറയില്ലേ, അതിന് ഇഞ്ചുറി പറ്റി പല്ലിന് ആട്ടം, ഇളക്കം തട്ടുക. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പല്ല് പൊട്ടുക, പല്ലിനെ ഉള്ള പൊട്ടൽ. അപ്പം ഏറ്റവും കൂടുതലായിട്ട് ഇഞ്ചുറി സംഭവിക്കുന്നത് പല്ലിൻ്റെ ലിഗമെൻറ്റിനാണ്. പക്ഷെ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും പല്ല് പൊട്ടലാണെങ്കിലും. അപ്പം പല്ലിന് ഇളക്കം പല രീതിയിൽ അതിൻ്റെ നമുക്ക് ഈ വരുന്ന ഇഞ്ചുറിയുടെ ഡയറക്ഷൻ അനുസരിച്ച് പല്ല് എങ്ങോട്ട് വേണോ മൂവ് ചെയ്യാം. പല്ലിന് ഇടി കിട്ടുകയാണെങ്കിൽ പല്ല് അകത്തോട്ട് മൂവ് ചെയ്യാം, ഇൻട്രൂസീവ് ലക്സേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ പല്ല് വെളിയിലോട്ട് ഇറങ്ങാം, പകുതിയായിട്ടോ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ എക്സ്ട്രൂസീവ് ലക്സേഷൻ എന്ന് പറയും. സൈഡിലോട്ട് പല്ല് ചരിയാം, ലാറ്ററൽ ലക്സേഷൻ എന്ന് പറയും. ഇങ്ങനെ ലക്സേഷൻ ഇഞ്ചുറീസ് പറ്റുമ്പോൾ പല്ലിന് ഇളക്കം തട്ടും. ഈ ഇളക്കം തട്ടിയ പല്ലിനെ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കി പല്ല് അതിൻ്റെ പൂർവ്വ അവസ്ഥയിൽ വെച്ച് പല്ലിനെ അവിടെ ഫിക്സ് ചെയ്യും. അടുത്തുള്ള നല്ല പല്ലിൻ്റെ സപ്പോർട്ട് ഉപയോഗിച്ച് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ വയറോ ഒരു നൈലോൺ ഫിഷിംഗ് ലൈനോ ഏതെങ്കിലും ഉപയോഗിച്ച് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ചു വയ്ക്കും. അത് ഇടിയുടെ ആഘാതം അനുസരിച്ച് ചിലപ്പോൾ ഒരാഴ്ച തൊട്ട് ചിലപ്പോൾ 4 ആഴ്ചയോ 6 ആഴ്ചയോ വരെ ഈ സ്റ്റീൽ വയർ വെച്ച് സപ്പോർട്ട് ചെയ്ത് സ്പ്ലിൻ്റ് ചെയ്ത് കൊടുക്കേണ്ടതായി വരും.
പിന്നെ പേഷ്യൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ ചില കേസിൽ സ്പ്ലിൻ്റ് ചെയ്യാതെ തന്നെ ഇത് ഉറച്ചോളും. നാക്കുകൊണ്ട് ആട്ടി നോക്കുകയോ കട്ടിയുള്ള ഭക്ഷണം അവിടെ വെച്ച് കടിക്കുകയോ ചെയ്യാതിരുന്നാൽ തനിയെ അത് ഉറയ്ക്കുന്നതായും വളരെ ചെറിയ ടൈപ്പ് ഓഫ് ഇഞ്ചുറിയൊക്കെ തനിയെ ഉറയ്ക്കുന്നതായും വരും. ആട്ടം തട്ടിയ പല്ലുകൾ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് നിർത്തി അവിടെ സംരക്ഷിക്കേണ്ടതായി വരും. അതിനെ പൂർവ്വാവസ്ഥയിൽ കറക്റ്റായിട്ട് റീഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആണിത് ചെയ്യേണ്ടത്. പിന്നെ ഇളക്കം തട്ടുന്ന പല്ലിനുണ്ടാകുന്ന വേറൊരു വലിയ പ്രോബ്ലമാണ് അതിൻ്റെ ജീവൻ പതിയെ നഷ്ടമാകും. ഇപ്പം ജീവൻ പതിയെ നഷ്ടമാകുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് 2 കാര്യമാണ് എല്ലാവരും ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, വായിലെ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യുക ഏതൊരു ഇഞ്ചുറി വന്നാലും. രണ്ടാമത്തെ കാര്യം, കറക്റ്റായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് റിവ്യൂ അപ്പോയിൻമെൻറ്റ്സിന് പോവുക. ആദ്യത്തെ ദിവസം പോകുമ്പോൾ ഇത് സ്റ്റേബിളായി ചിലപ്പം വെച്ചിട്ട് വിടും. കറക്റ്റ് ഒരാഴ്ച, 3 ആഴ്ച, 6 ആഴ്ച, 3 മാസം, 6 മാസം, 1 വർഷം വരെയൊക്കെ റിവ്യൂ വേണ്ട കേസുകളുണ്ടാവും. കറക്റ്റായിട്ട് റിവ്യൂ ടൈമിൽ പോവുക. കാരണം പല്ല് എപ്പോൾ വേണമെങ്കിലും ഡെഡ് ആവാം. ആദ്യം വരുന്ന സമയം നമുക്കൊന്നും തോന്നില്ല, ഇത് ഉറച്ചെന്ന് തോന്നും. പതിയെ പല്ല് ഇതിൻ്റെ ജീവൻ നഷ്ടമായേക്കും. അപ്പോൾ നമുക്ക് ചിലർക്ക് കളർ വ്യത്യാസം വരാം. പല്ലിന് കുറച്ച് ഡാർക്ക് യെല്ലോ അല്ലെ ബ്രൗണിഷ് കളറാവാം. ചിലർക്ക് പുളിപ്പോ വേദന അനുഭവപ്പെടാം. ചിലർക്ക് മോണയിൽ ചെറിയ പഴുപ്പ് വന്ന് പൊട്ടുന്നതായിട്ട് അനുഭവപ്പെടാം. ഇതൊന്നും ഇല്ലാത്ത കേസുകൾ ഉണ്ടാവാം. അപ്പം പല്ലിന് ജീവനുണ്ടോ എന്ന് കറക്റ്റായിട്ട് റിവ്യൂ പീരീഡിൽ വന്ന് ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. വൈറ്റാലിറ്റി ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഒരുപാട് രീതികളിലുള്ള ടെസ്റ്റിംഗ് മെത്തേഡ്സ് വെച്ച് ഡോക്ടർ അത് ഉറപ്പിച്ചതിന് ശേഷം പല്ല് ജീവൻ പോയെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്തില്ല എന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇൻഫെക്ഷൻ സ്പ്രെഡായി വേര് നശിച്ച് പതുക്കെ വേര് ദ്രവിച്ച് വേരിൻ്റെ ലെങ്തും വേരിൻ്റെ തിക്നെസ്സും നശിച്ച് ദ്രവിച്ച് വേര് പതിയെ ഇല്ലാണ്ടായി വരും. അങ്ങനെയുള്ള കേസിനാണ് റിസോപ്ഷൻ എന്ന് പറയും. ഇപ്പോൾ റൂട്ട് റിസോപ്ഷൻ ഈ ഇളക്കം തട്ടിയ പല്ലുകളിൽ വരുന്ന ഒരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ ജീവൻ നഷ്ടപ്പെട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അങ്ങനെ വെച്ചേക്കുന്ന പല്ലിനെ വേര് നശിക്കാതിരിക്കണമെങ്കിൽ കറക്റ്റായിട്ട് റിവ്യൂവിന് വരിക. റിവ്യൂവിന് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം മനസ്സിലാക്കാവുന്നതാണ്. വേരിൻ്റെ ദ്രവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലിനും എന്തെങ്കിലും ഇൻഫെക്ഷൻ പഴുപ്പ് കെട്ടിയിട്ടുണ്ടോ, ഇതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് യഥാസമയം ചെയ്യാവുന്നതാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ പല്ലിൻ്റെ കുറച്ച് ഭാഗം പൊട്ടിപ്പോയാൽ ഇപ്പം അമിതമായ വേദനയോ അല്ലെങ്കിൽ പുളിപ്പോ ഒക്കെ അനുഭവപ്പെടാറുണ്ടല്ലോ. ഇത് പൂർണ്ണമായി പരിഹരിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്നും നമുക്കൊരു രക്ഷ നേടാം? പല്ല് പല രീതിയിൽ പൊട്ടുന്ന അതിൻ്റെ ലെവൽ വെച്ച് പല രീതിയിലാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും വരുന്നത്. പല്ലിന് 3 ലെയറാണല്ലോ ഉള്ളത്. ഇനാമൽ, ഏറ്റവും പുറത്തെ ഇനാമൽ, ഉള്ളിൽ ഡെൻറ്റീൻ, ഏറ്റവും നടുക്കത്തെ വേര് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന അതിൻ്റെ ഞരമ്പ്. അപ്പം ഇനാമലും ഡെൻറ്റീനിലും പൊട്ടൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് അടച്ചെടുക്കാൻ പറ്റും. അതേസമയം പൾപ്പിലോട്ട്, ഞരമ്പിലോട്ട് ഇതിൻ്റെ പൊട്ടൽ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൊട്ടിയ ഭാഗം കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം ഒരു പോസ്റ്റ് ആൻഡ് കോർ എന്ന് പറഞ്ഞ് ഒരു ബിൽഡപ്പ് ചെയ്ത് നമുക്ക് തിരിച്ച് ഈ ഫ്രാക്ചർ ഈ പൊട്ടിയ പല്ലിനെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ തന്നെ പല്ലിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഈവൻ നമ്മുടെ ഇനാമൽ ഡെൻറ്റീൻ പൊട്ടിയാൽ അതിൻ്റെ പൊട്ടിയ ചെറിയ പീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനെ ആയാലും അറ്റാച്ച് ചെയ്ത് അടച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊട്ടിയ പല്ല് കുറച്ച് ഭാഗമായാലും കയ്യിലുണ്ടെങ്കിൽ അത് ഒരു നനഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാം. പൊട്ടിയ പല്ലിനെ നമുക്ക് തിരിച്ച് സംരക്ഷിക്കാൻ പറ്റും. ഡോക്ടർ, നമ്മളിപ്പോൾ പറഞ്ഞ പല പ്രശ്നങ്ങളും കൂടുതലായും കണ്ടുവരുന്നത് കുട്ടികളിലാണല്ലോ. എന്താണ് ഇതിനൊരു പ്രതിവിധി? അതുപോലെ തന്നെ കുട്ടികളിലെ പാൽപ്പല്ലിന് ക്ഷതമേറ്റാൽ എന്തൊക്കെ ചെയ്യാനാകും? അതെ, കുട്ടികൾ, അതായത് 8 തൊട്ട് 12 വയസ്സുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ട്രോമാറ്റിക് ഡെൻ്റൽ ഇഞ്ചുറീസ് കാണപ്പെടുന്നതെന്നാണ് പഠനം തെളിയിക്കുന്നത്. അപ്പോൾ കുട്ടികളിൽ ഈ ഒരു ഏജിൽ പാൽപ്പല്ലും കാണും, സ്ഥിരദന്തങ്ങളും കാണും. അപ്പോൾ രണ്ടിൻ്റെയും മാനേജ്മെൻറ്റ് 2 രീതിയിലാണ്. അപ്പം സ്ഥിരദന്തങ്ങളാണെങ്കിൽ തന്നെ ഈ മുൻനിര പല്ലുകളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഒരു പല്ല് മുളച്ച് വന്നു കഴിഞ്ഞാൽ ഒരു 3 തൊട്ട് 4 വർഷം കഴിഞ്ഞേ അതിൻ്റെ വേര് അടഞ്ഞു വരികയുള്ളൂ. പല്ലിൻ്റെ വേര് അടഞ്ഞ് അതിൻ്റെ പൂർണ്ണ വളർച്ച, മെച്ചുറേഷൻ എത്തുകയുള്ളൂ. അതുവരെ തുറന്നിരിക്കും. അതായത് നമ്മുടെ പല്ലിൻ്റെ വേരിൻ്റെ എൻഡ് 1 മില്ലിമീറ്റർ കൂടുതൽ ഡയമീറ്റർ ആണെങ്കിൽ അതിന് ഓപ്പൺ അപ്പെക്സ്, തുറന്നിരിക്കുന്ന വേരെന്ന് പറയും. തുറന്നിരിക്കുന്ന വേരുള്ള കുട്ടികളിലാണ് അപകടം സംഭവിക്കുന്നത്. ആ പല്ലിനാണ് അപകടം സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് വേരിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല.
അപ്പോൾ അതിൻ്റെ പല്ല് തിരിച്ച് വെക്കുകയാണെങ്കിൽ ഇതിലോട്ട് തിരിച്ച് ഈ സർക്കുലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, ന്യൂറോവാസ്കുലാർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, തിരിച്ച് അതിന് ജീവൻ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് അപ്പം ഈ ഓപ്പൺ അപ്പെക്സ് കേസിലുള്ള പല്ലുകൾ തിരിച്ച് വെക്കുമ്പോൾ അതിന് ജീവൻ തിരിച്ചു വരാൻ, റീജനറേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പം അതൊരു നല്ല കാര്യമാണ്. ഓപ്പൺ അപ്പെക്സ് കേസിൽ നമ്മൾ എപ്പോഴും നേരെ കയറി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ അതിന് ജീവൻ തിരിച്ചു വരുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് ജീവൻ പൂർണ്ണമായി നഷ്ടപ്പെട്ടെന്ന് ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാവൂ. പാൽപ്പല്ലാകട്ടെ, പാൽപ്പല്ല് ഇളകി പോവുകയാണെങ്കിൽ തിരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. കാരണം പാൽപ്പല്ല് തിരിച്ചു വെക്കുന്നത് കൊണ്ട് കുറച്ച് ഫലത്തേക്കാൾ ഏറെ ചിലപ്പോൾ ദോഷം വരാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൻ്റെ അടിയിൽ കാണുന്ന സ്ഥിരദന്തങ്ങളുടെ മുകുളങ്ങൾക്ക് പരിക്കേൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുട്ടികൾ അത് വിഴുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് ആവശ്യമില്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് കോസ്റ്റും കൂടി പേരൻസിന് വരികയാണ്. അപ്പം പാൽപ്പല്ലിലാണ് ക്ഷതമേറ്റ് ഇളകിപ്പോയതെങ്കിൽ അത് തിരിച്ചു വെക്കേണ്ട കാര്യമില്ല. കുട്ടികളിൽ തിരിച്ചു വെക്കുമ്പോൾ അത് സ്ഥിരദന്തങ്ങളാണെന്ന് ഉറപ്പ് ആക്കിയിട്ട് തിരിച്ചു വെക്കുക. പിന്നെ പാൽപ്പല്ല് ഇടിച്ച് ഉള്ളിലോട്ട് പോവുകയാണെങ്കിൽ അത് സ്ഥിരദന്തങ്ങളിലോട്ട് ചെന്ന് മുട്ടാനോ ഇഞ്ചുറിക്കോ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അത് തിരിച്ച് നമ്മൾ ഇളക്കിക്കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഒബ്സർവ് ചെയ്ത് തിരിച്ച് തന്നെത്താനെ തിരിച്ച് കിളിച്ച് വെളിയിലോട്ട് വരുന്നെന്ന് ഉറപ്പ് വരുത്താം. ആ റിവ്യൂ ടൈമിൽ കറക്റ്റായിട്ട് കുട്ടിയെ കൊണ്ടുവന്ന് അത് തിരിച്ച് കിളിച്ച് അതവിടെ സ്റ്റക്കായി അത് ആങ്കൈലോസ്ഡ് ആയിട്ട് ഇരിക്കുകയല്ല എന്ന് ഉറപ്പ് വരുത്തണം. എല്ലുമായിട്ട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് പോകത്തില്ല എന്ന് ഉറപ്പ് വരുത്തുക. തന്നെ കിളിച്ച് പഴയതുപോലെ ആവുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടറിന് അത് ഒട്ടിപ്പോയി എന്നൊരു തോന്നുകയാണെങ്കിൽ അതിനെ എടുത്തു കൊടുക്കാം. അതുപോലെ പൊട്ടിപ്പോകുന്ന പാൽപ്പല്ലാണെങ്കിൽ അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. പക്ഷെ നമ്മൾ ഇളകി പോവുകയാണെങ്കിൽ അതിന് തിരിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ, അതുപോലെ തന്നെ ഈ അപകടങ്ങൾ മൂലം പല്ലിന് നിറം വ്യത്യാസം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാനാകും? അതെ, നിറവ്യത്യാസം ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് സൈനാണ്. പല്ല് ഡെഡ് ആവുകയാണെന്നുള്ളതിൻ്റെ ഒരു സൈനാണ്. ഇടിയുടെ ആഘാതം മൂലം അകത്തെ ബ്ലഡ് വെസൽസ് ഇഞ്ചേർഡായിട്ട് പല്ലിനകത്ത് അത് ക്ലോട്ട് ചെയ്താണ് ഈ നിറവ്യത്യാസം വരുന്നത്. ചിലപ്പോൾ ഇടി കിട്ടി ആദ്യമൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. കുറച്ച് നാൾ കഴിഞ്ഞായിരിക്കും നിറവ്യത്യാസം കാണുക. ചില പേഷ്യൻസ് നമുക്ക് ക്ലിനിക്കിൽ വരുന്നതേ നിറവ്യത്യാസം ശ്രദ്ധിച്ചിട്ട്. അവർക്ക് ചിലപ്പോൾ ഇടി കിട്ടിയ കാര്യം കുഞ്ഞിലെയൊക്കെ ആയിരിക്കും. ഇടി കിട്ടിയ കാര്യം അവർക്ക് ഓർക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല. നിറവ്യത്യാസം മാത്രമായിരിക്കും അവരുടെ കംപ്ലയിൻറ്റ്. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് വൈറ്റാലിറ്റി ടെസ്റ്റിംഗ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഈ പല്ല് ഡെഡായി. അപ്പം നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ റീകോൾ ചെയ്തായിരിക്കും കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനൊരു വീഴ്ച ഉണ്ടായിട്ടുള്ള ഇടി കിട്ടിയിട്ടുണ്ടെന്ന് അവർ ഓർമ്മിച്ചെടുക്കുന്നത്. അപ്പം നിറവ്യത്യാസം പല്ല് ഡെഡായതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സൈനാണ്. വൈറ്റാലിറ്റി ടെസ്റ്റിംഗ് വഴി അത് കൺഫേം ചെയ്ത് ഒരു റേഡിയോഗ്രാഫ് എക്സ്റേ എടുത്ത് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ്, അതായത് ജീവൻ പോയ പല്ലിന് നമ്മുടെ മെയിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. റൂട്ട് കനാൽ ചെയ്ത് ഈ നിറവ്യത്യാസം മാറ്റാൻ വേണ്ടി നമുക്ക് ഒന്നി ബ്ലീച്ച് ചെയ്യാം. ചെറിയ നിറവ്യത്യാസമൊക്കെയാണെങ്കിൽ ബ്ലീച്ചിങ്ങിലൂടെ അത് മാറും. നോൺ വൈറ്റൽ ബ്ലീച്ചിങ് വഴി മാറും. അല്ല നല്ല വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്പ് തന്നെ പല്ലിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായി വരും. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപകടങ്ങൾ മൂലം പല്ല് പൊട്ടുകയോ പൂർണ്ണമായും നഷ്ടപ്പെടുകയോ ചെയ്താൽ എന്ത് ചെയ്യാനാകും എന്നതിനെക്കുറിച്ചാണ് നമ്മളോട് ഇന്ന് ഡോക്ടർ സംസാരിച്ചത്. നമ്മോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രിക് ആൻഡ് എൻഡോഡോണ്ടിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ KG വിദ്യയാണ്. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണുവരേക്കും നമസ്കാരം.